ഹായ് ഗൈസ്, വെൽക്കം ടു വീലേൺ. നമ്മുടെ പ്രപഞ്ചം, യൂണിവേഴ്സ്, സ്പേസ് ഇവയെക്കുറിച്ച് അടുത്തറിയുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹങ്ങൾക്ക് തുടക്കം കുറിക്കുക സ്റ്റാർ വാർ സീരീസുകളോ, ക്രിസ്റ്റഫർ നോളൻ എന്ന മജിഷ്യൻ തീർത്ത ഇൻറ്റർസ്റ്റെല്ലർ എന്ന വിസ്മയമോ, അതുമല്ലെങ്കിൽ നമ്മളിൽ പല ബുക്കുകളിൽ നിന്നുമായി എത്തിച്ചേരുന്ന ബ്ലാക്ക് ഹോളുകളെക്കുറിച്ചോ വോം ഹോളുകളെക്കുറിച്ചോ ഉള്ള ആശ്ചര്യപ്പെടുത്തുന്ന അറിവുകൾ ഒന്നിൽ നിന്നുമായിരിക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ അടുത്തറിയുവാൻ ശ്രമിക്കുന്നത് ബ്ലാക്ക് ഹോളുകൾ അല്ലെങ്കിൽ തമോ ഗർത്തങ്ങളെക്കുറിച്ചാണ്. ഇൻറ്റർസ്റ്റെല്ലർ മൂവിയിൽ എൻഡ്രോൺ സ്പേസ് ക്രാഫ്റ്റിൽ നിന്നും കൂപ്പറും ടാസ് റോബോട്ടും ഇജക്റ്റ് ചെയ്യുകയും ഗർഗോഞ്ചോ ബ്ലാക്ക് ഹോളിൻ്റെ ഗുരുത്വാകർഷണത്തെ തുടർന്ന് എഡ്മണ്ട് പ്ലാനറ്റിൽ എത്തിച്ചേരുവാൻ ശ്രമിക്കുന്ന രംഗങ്ങളൊക്കെ നമ്മളിൽ അതിശയം ജനിപ്പിക്കുന്നതാണ്. മൂവിയിൽ കഥാപാത്രത്തിൻ്റെ പ്ലോട്ട് സെറ്റ് ചെയ്യുവാനായി ആ രംഗങ്ങളിൽ കൂപ്പർ രക്ഷപ്പെടേണ്ടത് അനിവാര്യമായിരുന്നു. എന്നാൽ ഒരു യഥാർത്ഥ ബ്ലാക്ക് ഹോളിൻ്റെ സമീപമായിരുന്നു കൂപ്പർ എത്തിപ്പെട്ടിരുന്നതെങ്കിൽ കൂപ്പറിന് എന്തായിരിക്കും സംഭവിക്കുക ഉണ്ടായിരുന്നത്? അത് നമുക്ക് വീഡിയോയിൽ മുന്നോട്ട് പോകുന്ന സമയം വളരെ വിശദമായി തന്നെ പരിശോധിക്കാം. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു വരുന്ന ബ്ലാക്ക് ഹോളുകൾ? നമ്മുടെ സൂര്യനെക്കാളും 8 മടങ്ങ് മാസുള്ള നക്ഷത്രങ്ങൾ. കാലം കഴിയും തോറും അവിടെ ഇന്ധനം കത്തിത്തീരുകയും, അതായത് ഹൈഡ്രജൻ ആറ്റങ്ങൾ തമ്മിൽ ഫ്യൂസ് ചെയ്തുകൊണ്ട് ഹീലിയമായി മാറുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രതിഭാസം. ഒരു നക്ഷത്രം അത് നക്ഷത്രമായി തന്നെ നിലനിൽക്കണമെങ്കിൽ അതിന് നിരന്തരമായി ഈ പ്രതിഭാസത്തിലൂടെ കടന്നു പോകേണ്ടതായുണ്ട്. നമുക്ക് ചുറ്റുമുള്ള എല്ലാ നക്ഷത്രങ്ങളും നിലനിന്ന് പോകുന്നത് നക്ഷത്രങ്ങളുടെ ഗുരുത്വാകർഷണം അകത്തേക്ക് ബലം പ്രയോഗിക്കുമ്പോൾ, അതായത് ഇൻവേർഡ് പുള്ള് ചെയ്യുമ്പോൾ അതിന് പകരമായി ന്യൂക്ലിയർ ഫ്യൂഷൻ മൂലമുണ്ടാകുന്ന എനർജി പുറത്തേക്ക് പോകുവാനായി ശ്രമിച്ചുകൊണ്ടിരിക്കും. ഈ ഒരു ബാലൻസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളായി നിലനിന്ന് പോരുന്നത്. എന്നാൽ സൂര്യനെക്കാളും 8 മടങ്ങ് മാസുള്ള നക്ഷത്രങ്ങളിൽ ഹൈഡ്രജൻ ആറ്റങ്ങൾ തീരുന്ന സമയം ഗുരുത്വാകർഷണ ബലത്തെ ബാലൻസ് ചെയ്യാനുള്ള എനർജി ഇല്ലാത്തത് കൊണ്ട് തന്നെ നക്ഷത്രത്തിൻ്റെ കോർ കൊളാപ്സ് ആകുകയും ബാഹ്യ പാളികൾ പുറത്തേക്ക് തെറിക്കുകയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഒരു സൂപ്പർനോവ എക്സ്പ്ലോഷൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു സൂപ്പർനോവ എക്സ്പ്ലോഷൻ നടന്നതിന് ശേഷം പിന്നീട് ബാക്കിയായി വരുന്ന കോറിൻ്റെ മാസ് നമ്മുടെ സൂര്യൻ്റെ മാസിനേക്കാളും 3 മടങ്ങുണ്ടെങ്കിൽ ആ കോർ ഒരു പോയിന്റ് ഓഫ് ഇൻഫൈനൈറ്റ് ഡെൻസിറ്റിയിലേക്ക് കൊളാപ്സ് ആകുകയും ഒരു ബ്ലാക്ക് ഹോൾ ജന്മമെടുക്കുകയും ചെയ്യുന്നു. നമ്മളൊരു ബ്ലാക്ക് ഹോളിനെ നിരീക്ഷിക്കുന്ന സമയം നമുക്ക് കാണുവാനായി സാധിക്കുക അതിൻ്റെ ഇവൻറ്റ് ഹൊറൈസൺ ആണ്, അല്ലെങ്കിൽ പോയിന്റ് ഓഫ് നോ റിട്ടേൺ ആണ്. ഈ ഒരു ഭാഗത്ത് ഗുരുത്വാകർഷണം എത്ര സ്ട്രോങ് ആണെന്നാൽ ഒരിക്കൽ നമ്മൾ ഇവൻറ്റ് ഹൊറൈസൺ താണ്ടി കഴിയുകയാണെങ്കിൽ പ്രകാശത്തിന് പോലും പിന്നീട് പുറത്ത് കടക്കുവാനായി സാധിക്കുന്നതല്ല. അങ്ങനെയുള്ള ഇവൻറ്റ് ഹൊറൈസൺ നമുക്ക് കാണുവാനായി സാധിക്കുന്നത് തന്നെ ഇവൻറ്റ് ഹൊറൈസനോട് ചേർന്ന് കിടക്കുന്ന ഫോട്ടോൺ സ്പിയറിൻ്റെ സാന്നിധ്യമുള്ളതിനാലാണ്. ഒരിക്കൽ ഫോട്ടോൺ സ്പിയറിൽ നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നുള്ള പ്രകാശകിരണങ്ങൾ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഗുരുത്വാകർഷണ ബലത്തെ തുടർന്ന് പ്രകാശത്തിന് പിന്നീട് പുറത്തു പോകാൻ സാധിക്കാതെ വരികയും അത് ബ്ലാക്ക് ഹോളിനെ ഓർബിറ്റ് ചെയ്യുവാനായി ആരംഭിക്കുകയും ചെയ്യും. ശേഷം പതിയെ പതിയെ ബ്ലാക്ക് ഹോളിൻ്റെ ഗുരുത്വാകർഷണം കാരണം ഈ പ്രകാശകിരണങ്ങൾ അതേ ബ്ലാക്ക് ഹോളിലേക്ക് തന്നെ ചെന്ന് പതിക്കുകയും ചെയ്യുന്നു. കൂടാതെ ബ്ലാക്ക് ഹോളിന് സമീപം പോകുന്ന പ്രകാശത്തെ അത് ബെൻഡ് ചെയ്യുകയും ഡിസ്റ്റോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇതിനെ തുടർന്ന് ഐൻസ്റ്റീൻ റിംഗ് പോലുള്ള ഫിനോമിനകളും നമുക്ക് ഒബ്സർവ് ചെയ്യുവാനായി സാധിക്കുന്നു. ഇനി രണ്ടാമതായി നമുക്ക് ബ്ലാക്ക് ഹോളുകളെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നതിന് കാരണം ബ്ലാക്ക് ഹോളിന് സമീപമുള്ള പദാർത്ഥങ്ങൾ, ഇപ്പോൾ ഗ്യാസ്, ഡസ്റ്റ് തുടങ്ങിയവ ബ്ലാക്ക് ഹോളുകളുടെ ഇമ്മൻസ് ആയിട്ടുള്ള ഗ്രാവിറ്റിയെ തുടർന്ന് അതിനെ ഓർബിറ്റ് ചെയ്യുകയും അങ്ങനെ സ്പൈറലായി അതിനെ ഓർബിറ്റ് ചെയ്ത് ബ്ലാക്ക് ഹോളിലേക്ക് പതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇവൻറ്റ് ഹൊറൈസണിൽ എത്തിച്ചേരുന്ന ഈ പദാർത്ഥങ്ങൾ ആക്സിലറേറ്റ് ചെയ്യുകയും ശേഷം ഗ്രാവിറ്റിയെ തുടർന്ന് കംപ്രസ് ചെയ്യുകയും അങ്ങനെ ഇതിനെ തുടർന്ന് വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചറിലേക്ക് അതിൻ്റെ താപനില ഉയരുകയും വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു പ്രകാശം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ബ്ലാക്ക് ഹോളുകളുടെ അക്രഡീഷൻ ഡിസ്ക് എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ഒരു ബ്ലാക്ക് ഹോളിൻ്റെ ഇവൻറ്റ് ഹൊറൈസൺ കൂടാതെ ടൈഡൽ ഫോഴ്സ് തുടങ്ങിയവ? ഒരു ബ്ലാക്ക് ഹോളിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി പ്രകാശത്തിൻ്റെ വേഗതയ്ക്ക് ഈക്വലോ അതിൽ കൂടുതലോ ആകുന്ന പോയിന്റിനെയാണ് നമ്മൾ ബ്ലാക്ക് ഹോളിൻ്റെ ഇവൻറ്റ് ഹൊറൈസൺ അല്ലെങ്കിൽ പോയിന്റ് ഓഫ് നോ റിട്ടേൺ എന്ന് വിളിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ട്, അവിടെ അതിന് വലയം വെക്കുന്ന മറ്റൊരു വസ്തുവുമുണ്ട്. ആ വസ്തു പ്രകാശത്തിൻ്റെ വേഗതയിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ പോലും ബ്ലാക്ക് ഹോളിൻ്റെ ഗുരുത്വാകർഷണത്തെ ഓവർകം ചെയ്ത് പുറത്തു വരുവാനായിട്ട് സാധിക്കാത്ത ആ പോയിന്റിനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് നോ റിട്ടേൺ അല്ലെങ്കിൽ ഇവൻറ്റ് ഹൊറൈസൺ എന്ന് വിളിക്കുന്നത്.
ഇതൊരു ഫിസിക്കലായിട്ടുള്ള ബൗണ്ടറി അല്ല, പകരം നമ്മുടെ ഫോട്ടോൺ സ്ഫിയറിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ബൗണ്ടറിയാണിത്. ഇനി എന്താണ് ടൈഡൽ ഫോഴ്സ്? ബ്ലാക്ക് ഹോളിലേക്ക് പതിക്കുന്ന ഓരോ വസ്തുവും ദൂരത്തിനനുസരിച്ചുകൊണ്ട് അതിലനുഭവപ്പെടുന്ന ഗുരുത്വാകർഷണത്തിൽ കാര്യമായിട്ടുള്ള വ്യതിയാനങ്ങൾ അനുഭവപ്പെടുന്നു. ഇതിനെ തുടർന്ന് വൺസ് ഇവന്റ് ഹൊറൈസൺ ക്രോസ് ചെയ്യുന്ന ഓരോ വസ്തുവും നശിച്ചു പോവുകയും ഇത് നമുക്ക് മുൻപോട്ട് പോകുന്ന സമയം സ്പെക്കാറ്റിഫിക്കേഷനും ഇൻറ്റർസ്റ്റെല്ലർ മൂവിയും വെച്ചിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി എന്താണ് ഒരു ബ്ലാക്ക് ഹോളിൻ്റെ സിംഗുലാരിറ്റി? ഒരു ബ്ലാക്ക് ഹോളിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് അതിൻ്റെ സിംഗുലാരിറ്റിയാണ്. തിയറിറ്റിക്കലി ഒരു ബ്ലാക്ക് ഹോളിൻ്റെ മൊത്തം മാസം കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത് ഇൻഫിനിറ്റ് ഡെൻസിറ്റിയുള്ള ഈ ഒരു സിംഗുലാരിറ്റിയിലായിരിക്കും. നമുക്കറിയാവുന്ന ഫിസിക്സിലെ എല്ലാ നിയമങ്ങളും വയലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഭാഗം കൂടിയാണ് ഈ ഒരു സിംഗുലാരിറ്റി. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വെച്ച് നമുക്കിതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക അൺഡിഫൈൻഡ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ റിസൾട്ടുകളായിരിക്കും. അതായത് ഡിവിഷൻ ബൈ സീറോ എന്ന പോലെ. അതായത് ഇൻഫൈനൈറ്റ് ഡെൻസിറ്റിയുള്ള സ്പേസ് ടൈമിനെ ഇൻഫൈനൈറ്റ് ആയിട്ട് കർവ് ചെയ്യുന്ന ഈ ഒരു ഭാഗം നമുക്കറിയാവുന്ന ഫിസിക്സിലെ എല്ലാ നിയമങ്ങളും തന്നെ വയലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഭാഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെ സിംഗുലാരിറ്റിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ നിലവിലുള്ള അറിവുകൾ മാത്രം പോരാ. മുന്നോട്ടുള്ള കാലങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന അറിവുകൾ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ സിംഗുലാരിറ്റിനെ ഡിഫൈൻ ചെയ്യാനായി നമുക്ക് സാധിക്കുകയുള്ളൂ. പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും നിഗൂഢതകൾ നിറഞ്ഞതും നാളെ ഒരു കാലത്ത് ഇൻറ്റർസ്റ്റെല്ലർ യാത്രകൾ നടത്തുവാൻ മനുഷ്യൻ പ്രാപ്തരാകുമ്പോൾ അടുത്തറിയുവാനായി ആഗ്രഹിക്കുന്ന ബഹിരാകാശ വസ്തുക്കളിലൊന്നാണ് തമോഗർത്തങ്ങൾ അഥവാ ബ്ലാക്ക് ഹോളുകൾ. ഒരു ബ്ലാക്ക് ഹോൾ എങ്ങനെ പിറവിയെടുക്കുന്നു എന്നത് വളരെ വിശദമായി തന്നെ മുൻപൊരിക്കൽ നമ്മൾ കാണുകയുണ്ടായിരുന്നു. സൂര്യനെക്കാളും അനേകം മാസുള്ള നക്ഷത്രങ്ങൾ അവയുടെ മരണസമയത്ത് വിവിധ പ്രതിഭാസങ്ങളിലൂടെ കടന്നു പോവുകയും പ്രകാശത്തിന് പോലും പുറത്തു പോകുവാൻ സാധിക്കാത്ത അത്രയും ഗുരുത്വാകർഷണം നിലനിൽക്കുന്ന സിംഗുലാരിറ്റിയിലേക്ക് കൊളാപ്സ് ചെയ്യുകയും സ്റ്റെല്ലാർ ബ്ലാക്ക് ഹോളുകൾ പിറവിയെടുക്കുകയും ചെയ്യുന്നു. ഒരു കാലഘട്ടം വരെ നമ്മുടെ ശാസ്ത്രലോകം ചിന്തിച്ചിരുന്നത് തമോഗർത്തങ്ങൾക്ക് മരണമില്ല എന്നും പതിയെ പതിയെ അവ വികസിച്ചുകൊണ്ടിരിക്കും എന്നുമായിരുന്നു. പക്ഷേ 1974 ലോകപ്രശസ്ത ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിങ്സ് റേഡിയേഷൻ എന്ന ആശയം മുൻപോട്ട് വെച്ചുകൊണ്ട് തമോഗർത്തങ്ങൾക്കും മരണമുണ്ടായിരിക്കാം എന്ന് വാദിക്കുകയുണ്ടായി. അവ പദാർത്ഥങ്ങളെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുക മാത്രമല്ല, ഹോക്കിങ്സ് റേഡിയേഷൻ വഴി പുറന്തള്ളുകയും ചെയ്യുന്നുണ്ട് എന്ന് വാദിച്ചു. ക്വാണ്ടം ഫിസിക്സ് അനുസരിച്ച് നമ്മൾ ശൂന്യമെന്ന് വിളിക്കുന്ന സ്പേസ് പോലും യഥാർത്ഥത്തിൽ ശൂന്യമല്ല. നിരന്തരമായി പാർട്ടിക്കിൾ ആൻറ്റിപാർട്ടിക്കിൾ പെയറുകൾ രൂപം കൊള്ളുകയും അവ നശിച്ചു പോവുകയും ചെയ്യുന്ന ക്വാണ്ടം ഫ്ലക്ച്വേഷൻസിൻ്റെ ഒരു സമുദ്രത്തിന് തുല്യമാണത്.